അതോ ഒരു കുട്ടി രാവിലത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് കാല് ആ പോലീസുകാരുടെ മർദ്ദനമേറ്റ് കാല് പരിക്കേറ്റതോ ആ കുട്ടിയതോ വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ദൃശ്യം ഇത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കാണിക്കണം. നിങ്ങൾ ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടതെന്ന്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കേരള പോലീസ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ശക്തമായ പ്രതിഷേധം SFI ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. SFI ഇന്ന് കേരള സർവകലാശാലയിൽ വലിയ സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LLB മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI ഇന്ന് സമരം നടത്തിയിട്ടുള്ളത്. ആ സമരത്തെ തുടർന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മറ്റു വിദ്യാർത്ഥികളെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ ABVP പ്രവർത്തകരും KSU പ്രവർത്തകരും എല്ലാം ഇവിടെ വരുന്ന കാഴ്ച കണ്ടു. നാളിതുവരെയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കുറേ ദിവസമായി. അന്നൊന്നും ഈ സർവകലാശാലയിലേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും സമരം ചെയ്ത് എത്തിയിട്ടില്ല. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ABP പ്രവർത്തകരും സിൻഡിക്കേറ്റ് മെമ്പർമാരുമായിട്ടുള്ള ചില ആളുകൾ ചെന്ന് വൈസ് ചാൻസലറെ കാണുകയാണ്. അതേ തുടർന്ന് കേരള സർവകലാശാലയുടെ യൂണിയൻ്റെ ചെയർമാനും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കാണാൻ വേണ്ടി അനുവാദം വാങ്ങുമ്പോൾ അത് നിലവിൽ കാണാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് വൈസ് ചാൻസലർ സൂചിപ്പിച്ചത്. അപ്പോൾ ABVPക്കാർക്ക് പ്രത്യേക പരിഗണന വൈസ് ചാൻസലർ നൽകുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സമരമെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകളാണ്. എന്തിനാണ് ഇവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം ഈ സമരത്തിൻ്റെ പ്രതിർത്ഥം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന മറ്റാളുകളുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പോൾ നിലവിൽ അതിനെപ്പറ്റിയൊന്നും സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ SFIയുടെ ആവശ്യം ഞങ്ങളത് ധരിപ്പിച്ചതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ഫീസ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ റീവാലുവേഷൻ ഒഴിവാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കുക എന്നുൾപ്പെടെയാണ് ഞങ്ങൾ മുന്നിലോട്ട് വെച്ച ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അതിനകത്തൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് വീണ്ടും ആലോചിക്കണം. എങ്ങനെയാണ് ഇവർ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്? എത്ര കാലം വേണം ഇവർക്ക് ആലോചിക്കാൻ വേണ്ടി? അപ്പോൾ ആ രൂപത്തിനകത്ത് ഒരു തരത്തിലും ഇവർ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾക്കകത്ത് വൈസ് ചാൻസലർ ആയാലും രജിസ്ട്രാർ ആയാലും ഇവിടുത്തെ സിൻഡിക്കേറ്റ് ആയാലും ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് SFIക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ SFIയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കേരള സർവകലാശാലയിലേക്ക് SFI പോവുകയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ SFI അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വെറുതെ ഒരു സൂചനാ സമരം മാത്രമൊന്നുമല്ല, നിരന്തരമായ സമരങ്ങളാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അന്നൊന്നും ഈ രൂപത്തിനകത്തൊരു സമീപനം പോലും അല്ലെങ്കിൽ എന്താണ് കാര്യമെന്ന് കേൾക്കാൻ വേണ്ടി പോലും ഇവിടുത്തെ വൈസ് ചാൻസലർ പോലും തയ്യാറായിട്ടില്ല. ഇവിടെ വളരെ സമാധാനപരമായാണ് സമരം ചെയ്തത് രാവിലെ ഉൾപ്പെടെ. അത് ചർച്ച നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടുത്തെ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ എത്തിയത്. അപ്പോൾ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇപ്പുറത്തെ സൈഡ് പോലീസും ഈ പറഞ്ഞ കാര്യത്തിൽ ധിക്കാരത്തോടെ കേൾക്കുന്ന ഇവിടുത്തെ അധികാരി വർഗ്ഗങ്ങളുമാണ്, വൈസ് ചാൻസലർ ഉൾപ്പെടെ. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതോ ഒരു കുട്ടി രാവിലത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആ പോലീസുകാരുടെ മർദ്ദനമേറ്റ് കാല് പരിക്കേറ്റതോ ആ കുട്ടിയതോ വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ദൃശ്യം ഇത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കാണിക്കണം. നിങ്ങൾ ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടതെന്ന്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കേരള പോലീസ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ശക്തമായ പ്രതിഷേധം SFI ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. തിങ്കളാഴ്ച മുതൽ വിവിധ മേഖലയിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത് ഇടപെടാത്ത ഇവിടുത്തെ അധികാരികൾക്കെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി SFI ആലോചിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ സൂചിപ്പിക്കാനുള്ളത്.